2019 ശേഷം ധോണി വീണ്ടും മാൻ ഓഫ് ദി മാച്ച് ആയ മത്സരമാണ് ഇന്നലെ LSG vs CSK മത്സരത്തിൽ. സോ നമ്മൾ സ്കോർ നോക്കുകയാണെങ്കിൽ തന്നെ 20 ഓവറിൽ LSG എടുത്തത് 168 റൺസാണ് വിത്ത് ലോസ് ഓഫ് 8 വിക്കറ്റ്സ്. ആൻഡ് ചെന്നൈ 3 ബോൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റിന് 168 എടുത്തു. സോ നമുക്ക് മാച്ചിൽ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ മിച്ചൽ മാർഷ് 30 റൺസ് എടുത്തു. അതുപോലെ തന്നെ പന്ത് 63 റൺസ് എടുത്ത് ഹാഫ് സെഞ്ചുറി എടുത്തു. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പന്ത് ബാറ്റ് ചെയ്തത്. അവരുടെ കരുത്തിൽ തന്നെയാണ് സ്കോർ 168 എന്ന റൺസിലെത്തിയത്. വിക്കറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ജഡേജ 2 വിക്കറ്റും കാംബോജ് 1 വിക്കറ്റും വീതം 2 വിക്കറ്റ് നേടി. പിന്നെ എടുത്ത് പറയാനുള്ള നൂർ അഹമ്മദാണ് 4 ഓവർ 13 റൺസ്. വിക്കറ്റ് കിട്ടിയില്ല, പക്ഷെ വളരെ മികച്ചൊരു ബോളിംഗ് സ്പെല്ല് തന്നെയായിരുന്നു നൂർ അഹമ്മദ് കാഴ്ചവെച്ചത്. നമ്മുടെ ചെന്നൈയുടെ ഇന്നിങ്സിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഡൂബെ 43 റൺസും അതുപോലെ തന്നെ ടച്ചിൻ ഡേവിഡ് 37 റൺസുമാണ് എടുത്തിരുന്നത്. സോ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് രണ്ടുപേരും ബാറ്റ് ചെയ്തത്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെബ്യൂവൻ്റ് ഷെയ്ഖ് റഷീദ് 27 റൺസ് സ്കോർ ചെയ്തു. അതുപോലെ തന്നെ ധോണി മാൻ ഓഫ് ദി മാച്ചായ ധോണി 26 റൺസ് 11 ബോളിൽ. വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ചെന്നൈ ബാറ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ കളിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ചുകൂടി വ്യത്യസ്തമായ ശൈലിയിലാണ് ഇപ്രാവശ്യത്തെ ബാറ്റ് ചെയ്തത്. ആരായാലും കുറച്ചൊരു കോൺഫിഡൻസ് ഉള്ളതുപോലെയാണ് പല രീതിയിലെ സ്ട്രോക്കുകളും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബോളിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ബിഷ്ണോയ് 2 വിക്കറ്റ്, മാർക്കറും ദിഗ്വേശും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. ഒരു കംപ്ലീറ്റ്ലി സ്പിൻ ഡോമിനൻ്റ് ആയിട്ടൊരു മത്സരം തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. സോ സ്പിന്നേഴ്സിന് ഒരുപാട് അടിക്കാനും സാധിച്ചില്ല. എന്നാൽ കൃത്യമായിട്ട് ഇടവേളകളിൽ സ്പിന്നേഴ്സ് വിക്കറ്റ് എടുക്കുകയും ചെയ്തു. സോ രണ്ട് ടീമിനെ വളരെ മികച്ച രീതിയിൽ ബാധിച്ചിരുന്നു സ്കോറിങ്ങിൽ. പക്ഷേ ബാക്കി ഓവേഴ്സിൽ മികച്ച രീതിയിൽ തന്നെ രണ്ട് കൂട്ടിനും ബാറ്റ് ചെയ്തു. ഇനി നമുക്കെടുത്ത് പറയാനുള്ള വളരെ ഫീൽഡിംഗ് ആണ്. വളരെ മികച്ച ഫീൽഡിംഗ് അല്ല, എന്നാലും ചെറിയ പോരായ്മകളുണ്ടായിരുന്നു. ഡ്രോപ്പ് ക്യാച്ചസ് ഉണ്ടായിരുന്നു, ചെറിയ ഫീൽഡുകളുണ്ടായിരുന്നു. സോ അങ്ങനെ രണ്ട് ടീമുകളും ഫീൽഡിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ട് വരുന്ന ചെന്നൈയുടെ ബാറ്റിംഗ് തന്നെയാണ്. സോ ഇത്രയും നേരം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത്രയും കളി കണ്ട ഒരു ബാറ്റിംഗ് ആയിരുന്നില്ലായിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. ഷെയ്ഖ് റഷീദിൻ്റെ ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ബാറ്റ് വീശലും വളരെ മികച്ച രീതിയിൽ തന്നെ പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ചെയ്തു. ഇതിനെ കഴിഞ്ഞ ധോണി പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഇമ്പ്രൂവ്മെൻറ്റ് ഒരുപാട് ചെയ്യാനുണ്ട് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ശരി. ഇതിന് കമ്പയർ ചെയ്യുമ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ചുകൂടി മികച്ചതാണ്. പക്ഷേ ബാറ്റിംഗ് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ് വീഴുന്നത് കൃത്യമായ ഇടവേളയിൽ വിക്കറ്റ് വീഴുന്നത് ചെന്നൈക്ക് വലിയൊരു മൊമെൻ്റ് നഷ്ടപ്പെടുന്നുണ്ട്. സോ അതൊക്കെയാണ് ചെന്നൈക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. സോ ഇനി വരുന്ന കളിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ചെന്നൈയുടെ കളി എന്ന് പറഞ്ഞാൽ മുംബൈയുടെ കൂടെയാണ്. സോ നമുക്ക് എന്തായാലും നമുക്ക് ആ കളി എന്താവും നോക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.